രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടത്തിയാണ് BJP അധികാരത്തിൽ തുടരുന്നതെന്നും സമാന സംഭവം കേരളത്തിലുമുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കെടുകാര്യസ്ഥതയുടെ പര്യായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനവിജയയാത്രയുടെ സമാപന സമ്മേളനം കൊടിയത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയാണ് BJP സഖ്യം അധികാരത്തിൽ തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് പറഞ്ഞു. ഇത് ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച രാഹുൽ ഗാന്ധിക്ക് ഓരോരുത്തരും പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ നയിച്ച ജനവിജയജാഥയുടെ സമാപന സമ്മേളനം കൊടിയത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്താൻ ഇടതുപക്ഷവും ശ്രമം തുടങ്ങിയതായും കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ അതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അവിടെ 28 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 16 സീറ്റ് ജയിച്ചു കയറേണ്ടതാണ്, കയറിയില്ല. എന്തുകൊണ്ട് അത് 9-ൽ നിന്ന് പോയി? അതിന് പിന്നാലെ ഒരു പഠനവുമായി പോയപ്പോഴാണ് ഒറ്റ റൂമിൽ ഒരു നമ്പറിൽ ഒരു ബൂത്തിലെ ഒരു റൂമിൽ 80 വോട്ട് തുടങ്ങി ഇത്ര വോട്ടുകളാണ്. കൃത്യമായി ഇന്ത്യയിൽ 4000-ലധികം കിലോമീറ്റർ നടന്ന് സഞ്ചരിച്ചിട്ടുള്ള ഒരു നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ അന്നും ഇന്നും ഒരാളും ഉണ്ടായിട്ടില്ല. ആ ഒരു വലിയ വ്യക്തിത്വം. ചടങ്ങിൽ TK അബൂബക്കർ അധ്യക്ഷനായി. അസ്ലൻ ചെറുവാടി, CJ ആന്റണി, ബഷീർ പുതിയോട്ടിൽ, മജീദ് പുത്തുക്കുടി, EK മായിൻ, UP മുഹമ്മദ്, ബാബു പോലുകുന്നത്ത്, TT അബ്ദുറഹ്മാൻ, KP അബ്ദുറഹ്മാൻ, ഷംസുദ്ദീൻ ചെറുവാടി, സുജാ ടോം, KT മൻസൂർ, NK അഷ്റഫ്, B ഷംലൂലത്ത്, KP സൂഫിയാൻ, സുഹ്റ വള്ളങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ അംഗങ്ങളെ ഹാരാർപ്പണം നടത്തിയാണ് സ്വീകരിച്ചത്. പരിപാടിക്ക് റഫീഖ് കുറ്റിയോട്ട്, അബ്ദുൽ കരീം കോട്ടമ്മൽ, കുയിൽ അബ്ദുൽ കരീം, ജ്യോതി ബസുകാരക്കുറ്റി, K ഹുസൈൻ, U അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.